ഘോഷങ്ങളിലേക്ക് സ്വാഗതം, ഒപ്പം ഓണാശംസകൾ. ഒമാൻ എന്ന ഈ മനോഹര ദേശത്തോടും ഇവിടുത്തെ നല്ലവരായ ജനതയോടും നമ്മുടെ ഭരണാധികാരിയായ ഹിസ് ഹൈനസ് സായിദ് ഹൈതം ബിൻ താരിഖിനോടും നമ്മുടെ TVM ട്രിവാൻഡ്രം വോയിസ് ഓഫ് മസ്കറ്റ് കുടുംബത്തിന്റെ ആദരവും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആഘോഷങ്ങളിലേക്ക് കടക്കാം. धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि. गानचतुराय गानप्राणाय गानान्तरात्मने गानोत्सुकाय गानमत्ताय गानोत्सुकमनसे गुरुपूजिताय गुरुदैवताय गुरुकुलस्थायिने गुरुविक्रमाय गुह्यप्रवराय गुरवे गुणगुरवे गुरुदैत्यकलक्षेत्रे गुरुधर्मसकाराढ्याय गुरुपुत्रपरित्रात्रे गुरुपाखण्डखण्डकाय गीतसाराय गीततत्त्वाय गीतगोत्राय धीमहि ऊर्ध्वगुल्फाय गन्धमत्ताय भोजनप्रदाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि. നമസ്കാരം. ട്രിവാൻഡ്രം പ്രവാസികൾക്ക് ഓണം എന്ന് പറയുന്നത് ഒരു വർഷമാണ്. തിരുവോണം കഴിഞ്ഞാൽ അടുത്ത ക്രിസ്മസ് ആവുന്നത് വരെ നമുക്ക് ഓണമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ നവംബർ 10 കൂടി ഓണം ആഘോഷിക്കേണ്ട കാര്യമില്ല. അപ്പം എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റിന് ചില സാങ്കേതിക കാരണങ്ങളാൽ പുള്ളിക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്നെ ഈ കത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യമായി എനിക്ക് സ്വാഗതം പറയേണ്ട നമ്മുടെ ചീഫ് ഗസ്റ്റായ ഡോക്ടർ രാജശ്രീ നാരായണൻകുട്ടിക്ക് നമ്മുടെ ട്രിവാൻഡ്രം വോയിസ് ഓഫ് മസ്കറ്റിന്റെ പേരിലും എൻ്റെ പേരിലും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ വനിതകളുടെ തനതായ കലാരൂപമായ കൈകൊട്ടിക്കളി അല്ലെങ്കിൽ തിരുവാതിര നമുക്ക് ആസ്വദിക്കാം. അവതരിപ്പിക്കുന്നവർ പ്രസീത ഹരിപ്പാട്, മാളവിക സുധീഷ്, അശ്വതി ഷാബു, സോണി അഭിലാഷ്, ദിവ്യ സഞ്ജയ്, ജിയ ഗിരീഷ്, നിധി രതീഷ്, ഇതു ഭാനു.
फलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वर पादपङ्कजम् ിൽ
शिवा देवा पार्वती वल्लभा शरणं नीये देवा शरणं नीये हर शिवा देवा पार्वती वल्लभा शरणं नीये देवा शरणं नीये करणमे सौभाग्यं मुक्तिविनायक करणमे सौभाग्यं देवदेवा करणमे सौभाग्यं मुक्तिविनायक करणमे सौभाग्यं देवदेवा करणमे सौभाग्यं देवदेवा जनन जनन तनन तनन नो जनन जनन तनन तनन नो जनन जनन तनन तनन जनन जनन तनन तनन नो जनन जनन तनन तनन नो जनन जनन तनन तनन को तक दीन त्रिकिट तो नाच रहे गोरी साई साई तने गोरी तनु को तक दीन त्रिकिट तो नाच रहे गोरी साई साई तनु के तुम्हें എൻ്റെ നമസ്കാരം. രമ്യ ഇവിടെ വിളിച്ചത് ഒരു അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി വിളിച്ചതാണ്. യാദൃശ്ചികമായിട്ട് ഞാൻ അധ്യക്ഷനല്ല, ഞാൻ സെക്രട്ടറിയാണ്. അധ്യക്ഷന് കുറച്ച് ആരോഗ്യ പ്രശ്നമുള്ളത് കാരണം അവസാന നിമിഷം മാറേണ്ടി വന്നു. അദ്ദേഹം വന്നിട്ടില്ല. ഇന്നലെ രാത്രി വരെയും ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇതിൻ്റെ ഒരു ഭാഗമായെന്നുള്ളതാണ് സുരേഷ് നായർ. സുരേഷ് നായരുടെ ആബ്സെൻസിൽ കുഞ്ഞു കൂട്ടായ്മയാണ് ഇവിടെ. ഒരു ചെറിയ കുടുംബം, മാക്സിമം 100 പേര് വരുന്ന ഒരു കുടുംബം. നമ്മൾ എല്ലാ വർഷവും കൂടാറുണ്ട്, എല്ലാ ഒക്കേഷനും കൂടാറുണ്ട്. ഓണം എന്നുള്ളൊരു പ്രോഗ്രാം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം. ഇതല്ലാതെ ക്രിസ്മസിന് ഫാമിലി ഗെറ്റ് ടുഗദർ, വിഷു, ഈസ്റ്റർ തുടങ്ങിയ പരിപാടികൾക്കും നമ്മൾ ഒത്തുകൂടാറുണ്ട്. GVM ട്രിവാൻഡ്രം വോയിസ് ഓഫ് ഹോസ്പിറ്റലിന്റെ സ്നേഹോപകാരം ഡോക്ടർ രാജശ്രീ നാരായണൻകുട്ടിക്ക് നമ്മുടെ സെക്രട്ടറി ശ്രീ സജു നായർ സമ്മാനിക്കുന്നു. രംഗത്ത് പ്രവർത്തിക്കുന്നു. സ്ഥാനാർബുദ ചികിത്സയിൽ പ്രാവീണ്യം നേടിയ ഡോക്ടർ നിരവധി ബഹുമതികൾക്ക് അർഹയായിട്ടുണ്ട്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ബൈ Asianet 2023, Doctor of the Year 2022 under the category Real Heroes Healthcare Professional Awards 2022 by Khairali, Oman Women of the Year for Health Services. She was twice elected as board member of Oman Cancer Association and a member since 2004. And she was the board member of Indian Schools in Oman 2022. അതോടൊപ്പം വേൾഡ് മലയാളി കൗൺസിലും ഡോക്ടറെ ആദരിച്ചിട്ടുണ്ട്. ആതുര സേവനത്തോടൊപ്പം ഒരു നല്ല കലാപ്രതിഭ കൂടിയാണ് ഡോക്ടർ രാജശ്രീ നാരായണൻകുട്ടി. നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി ഡോക്ടർ രാജശ്രീ നാരായണൻകുട്ടിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആൻഡ് നീണ്ട ഓണ ആശംസകൾ. എന്നെ ഇവിടെ നിങ്ങൾ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. സ്ഥാനിൽ ഇൻകു സാർ, എല്ലാവരും, അഭിലാഷ്, എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ ഞാനൊരു ട്രിവാൻഡ്രം പേഴ്സണാണ്. വെരി ഇതിന് മലയാളം ഒരുപാട് വെക്കാൻ പറയില്ല, തമിഴാണ് കൂടുതൽ, ബിക്കോസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ തമിഴ്നാട്. അപ്പം ഏതായാലും ഇതിലൊരു അംഗമാവുന്നതിൽ ഐ എം വെരി വെരി പ്രൗഡ്. ഒരുപാട് സന്തോഷിക്കുന്നു. ആൻഡ് ഓൾസോ പ്രൗഡ്. എല്ലാവരും എന്നെ അറിയപ്പെടുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ഡോക്ടർ എന്നാണ്. ആക്ച്വലി ഞാൻ സിമ്പിൾ സർജനാണ്. എല്ലാവർക്കും ഒരു
നല്ലൊരു ഡോക്ടറാണെന്ന് വിചാരിച്ചേ ഉള്ളൂ. പക്ഷെ ദൈവം തമ്പുരാന് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു കാര്യം കുറേ സ്ത്രീകളുടെ ഇടയിൽ കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പിന്നെ എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു പേടിയുണ്ട്. അതായത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും പേടിയാണ്. പിന്നെ പ്രത്യേകം സ്ത്രീകൾക്ക് അതൊരു ഒരുപാട് പേടിയും പിന്നെ പുറത്ത് പറയാത്ത ഒരു കാര്യമാണ്. അതൊരു സെൻസിറ്റീവ് ഏരിയ ആണ്. അപ്പം എൻ്റെ ഒരു ലൈഫിലെ ഒരു മിഷനായിട്ടും ദൈവത്തിൻ്റെ ഒരു കൃപയായിട്ടും കരുതുന്നത് ഇതിൻ്റെ ക്യാൻസർ പേടിക്കണ്ട. അതായത് നമുക്ക് ആദ്യമേ കണ്ടെത്തിയാൽ 100% നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. ചടങ്ങാണ്. നമ്മുടെ ഡോക്ടർ രാജശ്രീ നാരായൺ കുട്ടിയാണ് അവാർഡ് നൽകുന്നത്. ആയുഷ് അശ്വതി ഷാബുവിന്റെയും അശ്വതിയുടെയും മകനായ ആയുഷ് അശ്വതി ഷാബു CBSE 10th ഗ്രേഡ് പരീക്ഷയിൽ 96% വിജയം ഇന്ത്യൻ സ്കൂൾ മകരയിൽ നിന്ന് നേടി. അനുമോദനങ്ങൾ. സന്തോഷ് പിള്ളை നമ്മുടെ മെമ്പർ സന്തോഷ് പിള്ളയുടെയും ഗീത സന്തോഷിന്റെയും മകളാണ്. 89% മാർക്കോടുകൂടി 10th ഗ്രേഡ് പരീക്ഷയിൽ CBSE 10th ഗ്രേഡ് പരീക്ഷ വിജയം കൈവരിച്ചു ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിൽ നിന്നും. അടുത്തത് ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആണ്. നമ്മുടെ മെമ്പേഴ്സിനായിട്ടുള്ള ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആണ്. നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ഗിരീഷ് കുമാർ P. അതോടൊപ്പം കൾച്ചറൽ പ്രോഗ്രാം കോർഡിനേറ്റർ പ്രസീത ഹരിപാൽ. അതോടൊപ്പം നമ്മുടെ ഗസ്റ്റിനെയും സ്പോൺസേഴ്സിനെയും അറേഞ്ച് ചെയ്തിരുന്ന പിങ്കു അലി. പഴയ ഡാൻസ് പഴയ വിശിഷ്ട വ്യക്തികളെ, അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നന്ദി പ്രകാശനം അർപ്പിക്കുകയാണ്. ഇവിടെ വന്നതിലും നമ്മളോടൊപ്പം സഹകരിച്ചതിലും ഇങ്ങനൊരു അസോസിയേഷൻ കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റിയതിലും.
நறுமுகையே நறுமுகையே நீ ஒரு நாழிகையில்ல செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடியவள் സാരംഗികൾ പാടുന്നു പൂവേ പൊലിപ്പൂവേ 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 പൂവേ പൊലിപ്പൂവേ 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 പൂവേ പൊലിപ്പൂവേ 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 പൂവേ പൊലിപ്പൂവേ 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 പൊന്നോടക്കോടിയെടുത്ത് പൊന്നാരം കൊയ്യണ നേരം മാലോകർക്കെല്ലാം എന്നും ഓണത്തിൻ ഉത്സവവേള പൊന്നാരം കൊയ്യണ നേരം മാലോകർക്കെല്ലാം എന്ന് ഓണത്തിൻ ഉത്സവവേളം തകതിമിതോ തകതിമിതോ തകതിമി തകതിമി തകതിമിതോ 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 തകതിമി തകതിമി തകതിമിതോ ചക്കരമാവിന്റെ കുമ്പത്തിരുന്നൊരു കുഞ്ഞോലക്കിളി പാടി ആറ്റടിക്കിട് കുളിര് കോരണ വണ്ണാത്തിക്കിളി മൂളി ചക്കരമാവിന്റെ കുമ്പത്തിരുന്നൊരു കുഞ്ഞോലക്കിളി പാടി ആറ്റടിക്കിട് കുളിര് കോരണ വണ്ണാത്തിക്കിളി മൂളി ഓണം വന്നേ തിരുവോണം വന്നേ പൊന്നോണക്കോടിയണിഞ്ഞോണം വന്നേ ഓണം വന്നേ തിരുവോണം വന്നേ പൊന്നോണക്കോടിയണിഞ്ഞോണം വന്നേ ചിങ്ങമാസത്തിലെ മാവേലി തമ്പുര ഉത്സവത്തിനോളമായി നമ്മളിൽ വന്നേ പാരാതിൽ
ഒരുത്തിത്താരാതിത്തേ ഇത്തേ നഗരേ നെയ്തും 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 രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ ശാന്തനീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ നക്ഷത്ര പൊന്നാടിച്ച് പിന്നിനാവിന്റെ ഈറ്റം നിറയ്ക്കുന്നതാരോ കാണാപുറം കടന്നെത്തുന്ന കാറ്റിന്റെ കണ്ണീരിൽ മുത്തുന്നതാരോ നക്ഷത്ര പൊന്നാടിച്ച് പിന്നിനാവിന്റെ ഈറ്റം നിറയ്ക്കുന്നതാരോ കാണാപുറം കടന്നെത്തുന്ന കാറ്റിന്റെ കണ്ണീരിൽ മുത്തുന്നതാരോ കാതോരം പാടാൻ വാ പാട്ടൂരം കാണാൻ വാ കാതോരം പാടാൻ വാ പാട്ടൂരം കാണാൻ വാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ കൊമ്പട് കുടൽ കുടൽ കൊട് കപ്പട് കടിപ്പുറം കൊട് നഗരീരങ്ങളിൽ കുടിയവേ ലാലാ 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 ഓ ലാലാ
വൈക്കൊരുമ്പിയെ മേയ്ക്കും വൈക്കറുമ്പിയ പെണ്ണേ കാത്തു നിൽക്കാതെ പോരടി കണ്ണൻ പോലെ നീ വിരിഞ്ഞു നിൽക്കയല്ലേ കല്ലുവെച്ച കമ്മലിനെ ഉമ്മ വെച്ചത് മിന്നലൻ കണ്ണമണി കണ്ണിടയിലെ കനക വിളക്ക് കൊളുത്തിയത് മരുന്ന നേരത്തിൽ എന്നെ ചാരിയത് മനസ്സിന്റെ മണ്ണുറിയിലെ മധുര പുവനയൊഴുകിയതോ കണ്ടതാണ് പെണ്ണേ കണ്ടവർന്ന പെണ്ണേ പൂവണിന്റെ രാജ്യമല്ലേ അഭിയേട്ടന് നേരത്തെ വന്നോ? എന്തു പറ്റി? ഇങ്ങോട്ട് വന്നേ എനിക്കെന്ത് ഇഷ്ടമല്ല. जब आए प्यार बरसाए हमको तरसाए ऐसा कोई साथी हो ऐसा कोई प्रेमी हो प्यास दिल की बुझा जाए चांद चुराए प्यार बरसाए हमको तरसाए ऐसा कोई साथी हो ऐसा कोई प्रेमी हो प्यास दिल की बुझा जाए मिल मिल चांद चुराए
प्यार बरसाए हमको तरसाए കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനമൊരു കരയിലേ നീ
നീ താരത്തിനൊത്ത് ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്നും ഇരിക്കാൻ Happy wedding anniversary wishes. ഡ്രോപ്പ് ബോക്സ് ആണ്. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഒരു കുറച്ച് പേപ്പേഴ്സ് തരും, പേനയും തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പിക്ചർ വരയ്ക്കാം. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പിക്ചർ നിങ്ങൾക്ക് വരയ്ക്കാം. ോ ഇതിനകത്ത് ഒരു ഡ്രോ ആരെങ്കിലും ഒരാൾ ഒന്ന് എടുക്കണം. ദേവിക അല്ലേ? ഒരു കാര്യം ചെയ്യുക, ഞാനിതൊന്ന് ഡ്രോ ചെയ്യണേ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പേപ്പർ കണ്ണടച്ചെടുക്കുക. ജസ്റ്റ് ഏതെങ്കിലും ഒരു പേപ്പർ കണ്ണടച്ചെടുത്തോളൂ. പറഞ്ഞോ, നോക്കരുത്, കണ്ണ് തുറക്കരുത്. ഉറങ്ങി പോകരുത്. ഓപ്പൺ യുവർ ഐസ്. എന്നെ കാണിക്കണ്ട, അതിൻ്റെ ഉള്ള ആ പിക്ചർ ഒന്ന് നോക്കുക. എന്നെ കാണിക്കരുത്. ഓക്കെ, അതടച്ചോളൂ. ഓക്കെ, ഒരു കാര്യം ചെയ്യുക, ആ പിക്ചർ മാത്രം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ജസ്റ്റ് ഒന്ന് ക്ലോസ് യുവർ ഐസ്, ടേക്ക് യുവർ ബ്രെത്ത്, ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, ജസ്റ്റ് ആ പിക്ചർ മാത്രം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇവിടെ ഒരു ബോർഡുണ്ട്, ആ ബോർഡിൽ ആ പിക്ചർ തെളിഞ്ഞുകൊണ്ടായിട്ടൊന്ന് മനസ്സിൽ വിചാരിക്കുക. മാറ്റരുത്, ഓവർ ആൻഡ് ഓവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. പിക്ചർ കൊണ്ടുവന്നോ, അത് മൈൻഡിലൊന്ന് സേവ് ചെയ്യുക. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഇതിനകത്ത് ആ പിക്ചർ ഒന്ന് വരയ്ക്കാം. എന്നെ കാണിക്കരുത്, പിടിച്ചോ. ഒരു മിനിറ്റ്, മനസ്സിലുണ്ടല്ലോ, പിക്ചർ ഒന്നും മാറ്റരുത്. ജസ്റ്റ് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു ചെയ്തോളൂ, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിക്കാം. ആ പിക്ചർ ഒന്ന് വരയ്ക്കുക. വരച്ചു കഴിഞ്ഞോ? വരച്ചോ? ഓക്കെ, ഫോർ ദി ഫസ്റ്റ് ടൈം ആ പിക്ചർ ഏതാണെന്ന് കാണിക്കാമോ? കാണിച്ചോളൂ. ഏതായിരുന്നു?
start. Let's start. Thank you very much. ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റിഫിൽ ചെയ്യും. ചേച്ചിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയാം. ചാപ്റ്റർ വല്ലതാണെങ്കിൽ നോക്കണ്ട, ഇഷ്ടമുള്ള സ്ഥലത്ത്, അതായത് ചേച്ചിക്ക് ഹാപ്പി എന്ന് തോന്നുന്ന സമയത്ത് സ്റ്റോപ്പ് പറയാം. ജസ്റ്റ് റിഫിൽ ചെയ്യും. എന്നിട്ട് ഞാൻ പറയണമെന്ന് നോക്കുക, ജസ്റ്റ് റിഫിൽ ചെയ്യും. ചേച്ചി ഇപ്പൊ സ്റ്റോപ്പ് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഈ ഫസ്റ്റ് വേർഡില്ലേ, ഫസ്റ്റ് വേർഡ് മാത്രം ഒന്ന് മനസ്സിൽ വിചാരിക്കുക. ഫസ്റ്റ് വേർഡ് ഇപ്പൊ ദേ, ഇവിടെ ആൻഡ്, ബോയ്സ്, ലൈക്ക് ദാറ്റ്. ഓക്കെ, ഫസ്റ്റ് വേർഡ് മാത്രം. ചാപ്റ്റർ ആണെങ്കിൽ വേണ്ട. ഓക്കെ, ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് പറഞ്ഞു. ആർ യു ഹാപ്പി? ഇസ് ഇറ്റ് ചാപ്റ്റർ? ചാപ്റ്റർ ആണോ? ചാപ്റ്റർ ആണോ? ഒന്നും റിഫ്ലൈ ചെയ്യാം. ഇഷ്ടമുള്ള സ്ഥലത്ത് പറഞ്ഞു സ്റ്റോപ്പ്. Is it okay? Is it chapter? Chapter, okay. Okay? Is it chapter? Okay, once more. Okay? Is it chapter? No. Once more. This one? Okay, is it chapter? Chapter? Once more. Okay, is it chapter? Okay, is it not chapter? Right. Okay. This is the first word. You can see? Okay. Our first word മാത്രം ഒന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. Okay. Is it short word, right? Short word. Very short word, right? Okay. Okay. ആ പേര് മാത്രം ഒന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുക. ഓവർ ആൻഡ് ഓവർ റിപ്പീറ്റ് ചെയ്തിരിക്കുക. അതിൽ എത്ര സ്പെല്ലിംഗ് ഉണ്ടെന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യാമോ? Just 3. Okay. No problem. It's okay. അതിലെവിടെ ഒരു വേർഡ്സ് ഏതെങ്കിലും ഒരു ആൽഫബറ്റ് ഡബിൾ ആയിട്ട് വരുന്നുണ്ടോ? ആ വേർഡ് ഇവിടെ തെളിഞ്ഞോണ്ടായിട്ട് മനസ്സിൽ വിചാരിക്കുക. Is it did, right? Correct. What is did? Yeah. അങ്ങനത്തെ ഒരു വലിയ വേർഡ് ഉണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഏതെങ്കിലും ഒരു വലിയ വേർഡ്, ഷോർട്ട് വേർഡ് ഒന്നും വേണ്ട, വാട്ട് സർവത്തെ വേർഡ് വേണ്ട, കുറച്ച് വലിയ വേർഡ്. പറയണ്ടേ? ഏതെങ്കിലും ഒരു വലിയ വേർഡ് സെലക്ട് ചെയ്തോ. സെലക്ട് ചെയ്തോ. ഓക്കെ. ആ വേർഡില് എത്ര ലെറ്റർ ഉണ്ടെന്ന് മനസ്സിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ. ആ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ അത് മാത്രം ഒന്ന് മനസ്സിൽ വിചാരിക്കുക. പറയരുത്. ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് മനസ്സിൽ വിചാരിക്കുക. ഫസ്റ്റ് ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആനിമൽ വിചാരിക്കാൻ പറ്റും ഉണ്ടാവുമോ? ഏതെങ്കിലും ഒരു ആനിമൽ, ആ ആനിമൽ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ. ചേട്ടൻ്റെ വൈഫ് ഇവിടെ ഉണ്ടോ? ചേച്ചി ഈ ചേട്ടന്റെ മനസ്സിലുള്ളത് വേറെ ഏതൊന്നും പറയാൻ പറ്റുമോ? ചെയ്യോ? മനസ്സ് വായിക്കണം. ഒന്ന് വരുമോ? ദിവ്യ മനസ്സ് വായിക്കണം. അതങ്ങനെ വായിച്ചാൽ എന്നേ ഞാൻ രക്ഷപ്പെട്ടു. ആനിമൽ ചേട്ടൻ മനസ്സിലുണ്ടല്ലോ. ആ വേടും മനസ്സിലായി. ആ വേട് ധൈര്യമായിട്ട് വരും. ആ വേട് മനസ്സിലുണ്ടല്ലോ അല്ലേ? ഓക്കെ.
ചേട്ടൻ ഇപ്പോൾ ഒരു വേർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആനിമലിന്റെ മനസ്സിൽ വിചാരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ വിചാരിച്ചു. ചേച്ചിക്കൊന്ന് ട്രൈ ചെയ്യാമോ? ഒരു മിനിറ്റ് പിടിച്ചോളൂ. ചേട്ടാ ഇവിടെ നോക്ക്. 1 സെക്കൻഡ്. ക്ലോസ് യുവർ ഐസ്. രണ്ടൊരു കണ്ണം അടച്ചോളൂ. ഓക്കെ. ജസ്റ്റ് ഓക്കെ. കണ്ടോ? ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ആനിമലിന്റെ പേര് മാത്രം എഴുതി. ഞാനിത് തന്നെ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ ശരിയാക്കി ചിലപ്പോൾ തെറ്റാണ്. ഓക്കെ. ഏതാണ് ആനിമൽ? ഏതാണ് ആനിമൽ? ചേട്ടാ പറഞ്ഞോളൂ. ഹോഴ്സ്, കുതിര. സോറി ചേച്ചി. ഒരു മിനിറ്റ് ചേട്ടാ പോവാണ്. ഓക്കെ. ഒരു കുടുംബ കലഹത്തിനുള്ള വഴി നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ വേർഡ് മാത്രം മനസ്സിൽ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക. ബുക്കിൽ നിന്ന് ഇപ്പൊ സെലക്ട് ചെയ്ത ആ വേർഡ് മാത്രം മനസ്സിൽ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ. അതിൽ എത്ര സ്പെല്ലിംഗ് ഉണ്ടെന്ന് മനസ്സിൽ വിചാരിക്കാൻ ഞാൻ പറയുന്നു. ഒന്ന് വിചാരിക്കുക. നമ്മള് കഴിക്കുന്ന എന്തെങ്കിലും ആയിട്ട് ബന്ധമുണ്ടോ? അതിന് എവിടെയോ ഒരു വൈ വരുന്നുണ്ടോ? ആ സ്പെല്ലിങ്ങിൽ എവിടെയെങ്കിലും? അല്ല വൈ വരുന്നുണ്ട്. ഓക്കെ. ഇവിടെ ഒരു പിക്ചറുണ്ട്. ആ പിക്ചറിന്റെ ആ പേര് തിരഞ്ഞെടുക്കാനായിട്ടൊന്ന് മനസ്സിൽ വിചാരിക്കുക. മനസ്സിനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക. ആ പേരൊന്ന് ഓവർ ആൻഡ് ഓവർ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ. എനിക്കറിയില്ല. റാൻഡമിൽ ഞാനിപ്പോ ഒരു പേര് ഞാനിപ്പോ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മെന്റലിസം എന്ന് പറഞ്ഞാൽ ചിലപ്പോ 100% പ്രാക്ടിക്കൽ ആവണമെന്നില്ല. ഓക്കെ. ചേട്ടൻ വരുമോ? ഞാൻ ഈ ചേട്ടൻ ഒരു പേര് കൊണ്ടുവന്നു. ചേട്ടാ ഇപ്പൊ നോക്കരുത്, ഞാൻ വിളിച്ചോളൂ. ഓക്കെ. ചേച്ചാ മൈക്കുന്നുണ്ടല്ലോ. ഈ ബുക്കില് ഇഷ്ടമായ പേരുണ്ട് അല്ലേ? ഇപ്പൊ ചേട്ടന്റെ മനസ്സിൽ ഇപ്പൊ ഒരു പേരുണ്ട്. ആ പേരിപ്പോ ചേട്ടൻ ഇപ്പൊ മനസ്സിൽ റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്ന വെച്ചാൽ. ഓക്കെ. ഫോർ ദ ഫസ്റ്റ് ടൈം ആ പേര് ഏതാണെന്ന് പറയാമോ? ഓപ്പൺ ആയിട്ട് പറയാം. പറഞ്ഞോളൂ. ഹണിക്കോം. ചേട്ടാ ഒരു കാര്യം ചെയ്യുക. ഇതൊരു ബുക്കാണ്. ഓക്കെ. ഇതിനകത്ത് ഞാൻ കുറച്ച് ടൈം എഴുതിയിട്ടുണ്ട്. 12 മണി 5. ചേച്ചാ മൈക്കൊന്ന് കൊടുക്കും. ഒന്ന് വായിക്കോ. 4:25, 3:50, 4:94, 11:25, 8:40, 10:40, 1:60. ഓക്കെ. കുറച്ച് ഞാൻ ടൈം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ചേട്ടൻ ഒരു കാര്യം ചെയ്യുക. ജസ്റ്റ് ഒരു കണ്ണടയ്ക്കുക. Close your eyes. Take your breath down. Okay. Open your eyes. Okay. ഒരു കാര്യം ചെയ്യാം. ഇതിനകത്ത് ജസ്റ്റ് ഓപ്പൺ ആക്കുക. കണ്ണുറന്നോളൂ. ജസ്റ്റ് ഓപ്പൺ ആക്കുക. അപ്പൊ കാണുന്ന ടൈം ചേട്ടൻ നോക്കുക. എന്റെ അടുത്ത് പറയാതെ ജസ്റ്റ് ഇങ്ങനെ ചേട്ടൻ ഓപ്പൺ ആക്കുക. അന്നേരം കാണുന്ന ടൈം ഏതാണെന്ന് നോക്കുക. ഓക്കെ. ആ ടൈം ഇപ്പൊ ചേട്ടൻ മനസ്സിലുണ്ട്. നമുക്ക് ഒരു ദിവസം 24 hours ഉണ്ട്. അപ്പം നമുക്ക് ആ കൂട്ടത്തിൽ നല്ല ടൈം ഉണ്ടാവും, ചീത്ത ടൈം ഉണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ടൈം ഉണ്ടാവും. ഇപ്പം ചേട്ടൻ്റെ മനസ്സിലും അതുപോലെ തന്നെ ചേട്ടൻ ഇഷ്ടമുള്ള ഒരു ടൈം ഉണ്ടാവും. ചേട്ടൻ ഇപ്പം മനസ്സിൽ ഇപ്പോൾ ഒരു ടൈം ഉണ്ട്. ആ ടൈം ഒന്ന് മനസ്സിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. നോക്കിയാൽ ഇപ്പം എടുത്ത ആ ടൈം മനസ്സിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചേട്ടൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ഈ ക്ലോക്ക് ഒന്ന് ഫ്രീ ആയി ഭയങ്കര സ്പീഡിൽ ഓടുന്നതായിട്ടൊന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. ആ ടൈം എത്തുമ്പോഴേക്കും ആ ക്ലോക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ. ആ ടൈം ഒന്ന് മനസ്സിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് എവിടെയൊക്കെ കൺഫ്യൂഷൻ ആവുന്നുണ്ട് ആ ടൈമിന്റെ കാര്യത്തിൽ.
ഓക്കെ, എന്തായാലും ഞാനിവിടെ ടൈമിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഏതാണ് ടൈം പറയുന്നത്? 7:15. ഒരാളൊന്ന് സ്റ്റേജിലേക്ക് ഈ പ്രഡിക്ഷൻ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാളും കൂടി വരാമോ? ഇത് ഈ പ്രഡിക്ഷൻ ഇങ്ങനെ പിടിച്ചോന്നേ, ജസ്റ്റ് അങ്ങനെ പിടിച്ചാൽ മതി. ഞാൻ പറയുമ്പോൾ മാത്രം ഓപ്പൺ ആക്കിയാൽ മതി. ഓക്കെ, അഭിലാഷ് അല്ലേ ചേട്ടാ? ചേട്ടനൊരു 3 ഡിജിറ്റ് നമ്പർ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, ആ 3 ഡിജിറ്റ് നമ്പർ ഇതെന്റെ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്, ഒന്ന് ടൈപ്പ് ചെയ്യുക. 3 ഡിജിറ്റ് നമ്പർ മാത്രം ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, ഇൻറ്റു ആരെങ്കിലും ഒരു 3 ഡിജിറ്റ് നമ്പർ പറഞ്ഞേ. 102 ഇൻറ്റു. ഓക്കെ, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 ഡിജിറ്റ് നമ്പർ ഇതിനകത്ത് ടൈപ്പ് ചെയ്തോ. പറയണ്ട, ടൈപ്പ് ചെയ്തോളൂ. ഇൻറ്റു ഞാൻ ഇഷ്ടപ്പെട്ട ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ് 12 ഈക്വൽ ടു. ഇപ്പൊ എത്രയായിരുന്നു ആൻസർ കിട്ടിയത്? 2587,469. ഇപ്പൊ നിങ്ങളുടെ റാൻഡംലി ഞാൻ സെലക്ട് ചെയ്ത നമ്പറാണ്. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. ആ പ്രഡിക്ഷൻ ഒന്ന് പറയാമോ? ഒന്ന് പൊട്ടിക്കോ വേണ്ട, അത് കേറി കൊടുക്കും. നല്ല പാടാണ്. ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഈ പേര് വിളിച്ചോളൂ. എൻ്റെ ഒരു നോട്ട് പാടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ്. ചില സമയത്ത് നമ്മുടെ മൈൻഡിൽ നല്ല കാര്യങ്ങളുണ്ടാവും, ചീത്ത കാര്യങ്ങളുണ്ടാവും. നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചീത്ത കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര ഡൗൺ ആകും. നമ്മളിപ്പോൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തോന്നില്ല. ഈ കിടക്കുന്ന നമ്മൾ മൈൻഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. നമുക്കൊരു കാര്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെഡിയാണോ? ഓക്കെ, എൻ്റെ ഒരു നോട്ട് പാഡുണ്ട്, ഒരു പാഡുണ്ട്. ഒരു കാര്യം ചെയ്യുക, ആ പേര് വെച്ചോണ്ട് ഇവിടെ ഐ ക്യാൻ ഡു എന്ന് എഴുതുക. ഓക്കെ, എഴുതിക്കോളൂ. ഐ ക്യാൻ ഡു കുറച്ച് വലുതായിട്ട് എഴുതിക്കോളൂ, എല്ലാവരും കാണത്തക്ക രീതിയിൽ. ഐ ക്യാൻ ഡു എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പേപ്പർ കീറി ഇങ്ങനെ പിടിക്കുക. 2 മിനിറ്റ്സ് പിടിച്ചോളൂ. ഓക്കെ, ടേക്ക് യുവർ ഡീപ് ബ്രെത്ത്, ക്ലോസ് യുവർ ഐസ് ഫസ്റ്റ്. ടേക്ക് യുവർ ഡീപ് ബ്രെത്ത്, ഒന്ന് കണ്ടു വന്ന്. ഇനി ഞാൻ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും അതിൽ എഴുതിയിരിക്കുന്നത് മാത്രം പറയുക. ഐ ക്യാൻ ഡു എന്ന് പറയുക. ഓക്കെ, ക്യാൻ യു റൺ? ഉറക്കെ പറഞ്ഞോളൂ. ക്യാൻ യു വാക്ക്? Can you jump? Can you read? Can you read? Read. പറഞ്ഞോളൂ. Can you tear this paper? Tear this paper? Okay, just ഒന്ന് ട്രൈ ചെയ്തോളൂ. ഒന്ന് നടുക്കൊച്ചൊന്ന് കീറിക്കോളൂ. ട്രൈ ചെയ്തോ. ഇങ്ങനെ രണ്ടായിട്ട് കീറിക്കോളൂ. ഓക്കെ, ഇങ്ങോട്ട് തന്നോളൂ. ഇനി ഒരു കാര്യം ചെയ്യുക, 2 പേപ്പറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആണ്. ഏത് സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും, ചില സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലോസ് യുവർ ഐസ്. ഒന്നുകൂടി ടേക്ക് യുവർ ഡീപ് ബ്രീത്ത്, ഓപ്പൺ. ഓക്കെ, ഞാൻ 2 പേപ്പറുണ്ട്, ജസ്റ്റ് പിടിക്കുക. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിൽ അതിന്റെ ബാക്ക് സൈഡിൽ എഴുതാൻ പറ്റുള്ളൂ. ഐ കാൻറ്റ് എന്ന് എഴുതുക. ഓക്കെ, അത് പിടിച്ചോളൂ. കൈയൊക്കെ വിറക്കണം നല്ല വെച്ച്. ഓക്കെ, ഒരു കാര്യം ചെയ്യുക, ഐ കാൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കുന്നതിന് അതിൽ എഴുതിക്കുന്നത് മാത്രം പറയുക. ഐ കാൻറ്റ് എന്ന് പറയുക. മൈൻഡിന്റെ പവർ ഇവിടെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ക്യാൻ യു റൺ?
ഓക്കെ പറഞ്ഞോളൂ. Actually, I can't. Why? അല്ല ഓക്കെ ഐ കാൺ ഇതിനകത്ത് Okay, I can't. ക്യാൻ യു ജംപ്? I can't. കാൻ യു വാക്ക്? I can't. ഓക്കെ ക്യാൻ യു ടിയർ ദിസ് പേപ്പർ? I can't. ജസ്റ്റ് ട്രൈ ലൈക്ക് But I ദിസ്. can. ജസ്റ്റ് ട്രൈ ലൈക്ക് ദിസ്. ട്രൈ. ഓക്കെ നമുക്ക് ചേച്ചി പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ചേച്ചി ഒന്നിരിക്കും. ക്ലോസ് യുവർ ഐസ്. ഞാൻ കുറച്ച് സമയത്തേക്ക് ചേച്ചിയുടെ റീഡിങ്ങിനെ പറ്റി ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഓക്കെ just 1 2 3 just open your eyes. Okay. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? വായിക്കണ്ട, ആരും പറയണ്ട. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ വായിക്കണോ? ജസ്റ്റ് ഇതൊന്ന് വായിക്കണോ? വായിച്ചോളൂ. സ്പെല്ലിംഗ് വായിച്ചോളൂ. APULSOSE. ഒന്ന് ശരിക്കും ഒന്ന് കൂട്ടി വായിച്ചേ. ഓക്കെ Apple sauce. ഓക്കെ ക്ലോസ് യുവർ ഐസ്. ഓക്കെ വായിക്കാൻ പറ്റണ്ടല്ലോ ഇല്ലേ? ഓക്കെ ഓപ്പൺ യുവർ ഐസ്. വായിച്ചോളൂ. ZOUCCISNEE. ഓക്കെ ചേർത്ത് വെച്ചേ. Consistency. ക്ലോസ് യുവർ ഐസ്. വായിക്കാൻ പറ്റണ്ടല്ലോ ഓക്കെ അല്ലേ? ഓപ്പൺ യുവർ ഐസ്. വായിച്ചേ. Education. ശരിക്കും വായിക്കൂ. EDACACTON. ചേർത്ത് വെച്ചേ. Adaptation. Okay, cross your eyes. Right, open your eyes. MATNTUNANCE. Chapter okay. Button to night. Okay, cross your eyes. Okay. Doctor ചോളൂ. ചേച്ചി പഴയ കഥയ്ക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഞാൻ 3 എഴുതുമ്പോൾ ചേച്ചി പഴയ കഥയ്ക്ക് തിരിച്ചു വരിക. 1 2 3. Open your eyes. സീത പറഞ്ഞത് എന്തൊക്കെയാണ് പ്രസിദ്ധീകരിക്കുന്നത്? വായിച്ചോളൂ. വായിച്ചോളൂ. Applause. Okay. വായിച്ചോളൂ. Consonants. Okay. വായിച്ചോളൂ. Education. ഞാൻ പറഞ്ഞതാ. വായിച്ചോളൂ. Maintenance. Okay, thank you. സീത പറഞ്ഞ ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ? വണ്ടർഫുൾ ആണ്. എഡ്യൂക്കേഷൻ പറഞ്ഞത് എഡ്യൂക്കേഷൻ പറഞ്ഞത്. പക്ഷെ ചില Bingo, okay. കുറച്ച് കാർഡ് എല്ലാം ഡിഫറെൻറ്റ് കാർഡ്സ് ആണ്. ടോട്ടൽ 52 കാർഡാണ്. അതായത് കാർഡിൽ എപ്പോഴുള്ള 52 കാർഡ്സ് ആണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഷഫിൾ ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് ഷഫിൾ ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് പറയും. ഓക്കെ സ്റ്റോപ്പ്. ഈ കാർഡ് മാത്രം ഓക്കെ എൻ്റെ അടുത്ത് പറയണ്ട. ആ കാർഡ് കയ്യിൽ പിടിച്ചോളൂ. എന്നെ കാണിക്കണ്ട. ആ കാർഡ് എടുത്തോളൂ. കാർഡ് എടുത്തില്ലേ? ആ കാർഡ് കൈ വെച്ചോളൂ. ചേട്ടാ വരൂ. കാർഡ്
26 റെഡ് കാർഡ്സ് ഉണ്ട്, 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ബ്ലാക്ക് വേണോ റെഡ് വേണോ? റെഡ് കാർഡ് സെലക്ട് ചെയ്തോ, ബാക്കി ബ്ലാക്ക് കാർഡ് എല്ലാം പോയി. ഈ റെഡ് കാർഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 ഹാർട്സും ഉണ്ട്, 13 ഡയമണ്ട്സും ഉണ്ട്. അത് ഏതെങ്കിലും സെലക്ട് ചെയ്തത്? ഏതാണ്? ഡയമണ്ട് സെലക്ട് ചെയ്തത്, അത് പോയി. ബാക്കി ഹാർട്സ് ഉണ്ട്. 13 ഹാർട്സിൽ പിക്ചർ കാർഡും ഉണ്ട്, നമ്പർ കാർഡും ഉണ്ട്. പിക്ചേഴ്സ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2, 3, 4, 5 സോറി കിങ്, ക്വീൻ, ജാക്ക്, ആസ്. നമ്പർ കാർഡ് 2, 3, 10 വരെ ഏത് വേണം? അല്ല, പിക്ചർ കാർഡുണ്ട്, നമ്പർ കാർഡുണ്ട്. പിക്ചർ കാർഡ് മാത്രമേ, ബാക്കി നമ്പേഴ്സ് കാർഡുണ്ട്. നമ്പേഴ്സ് കാർഡിൽ 2, 3 മുതൽ 10 വരെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഈവൻ നമ്പേഴ്സ് ഉണ്ട്, ഓഡ് നമ്പേഴ്സ് ഉണ്ട്. എന്തിനാണ് സെലക്ട് ചെയ്യാം? ഈവൻ നമ്പേഴ്സ്. ഇപ്പം ഈവൻ നമ്പേഴ്സ് മാത്രം പോയി, ബാക്കി ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ 1, 3, 5 1 3, 5, 7, 9 അതാണ് ഓഡ് നമ്പേഴ്സ്. അതിനകത്ത് ഓഡ് നമ്പേഴ്സിനകത്ത് 3, 5, 7, 9 ബിഗ് നമ്പർ ഉണ്ട്, സ്മോൾ നമ്പർ ഉണ്ട്. ഏത് വേണം? ബിഗ് നമ്പർ. അപ്പോൾ ആ സ്മോൾ നമ്പർ പോയി. സ്മോൾ നമ്പർ 3 പോട്ടെ, 5, 7, 9. ഈ 3, 5, 7, 9 ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നമ്പർ പറഞ്ഞോ. 9 പോയി. ബാക്കി 5 ഉണ്ട്, 7 ഉണ്ട്. 5 ഓഫ് ഹാർട്സ് ഉണ്ട്, 7 ഓഫ് ഹാർട്സ് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ചാൻസ് ആണ്. 5 ഓഫ് ഹാർട്സ് ഉണ്ട്, 7 ഓഫ് ഹാർട്സ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും. 7 മാറ്റണോ? അല്ല, ചേട്ടൻ മാറ്റി പറയണോ? വേണ്ടല്ലോ, മാറ്റണ്ട. 7 ആണ് ലാസ്റ്റ് സെലക്ട് ചെയ്തത്. അപ്പൊ ഇപ്പൊ ചേട്ടൻ കയ്യിലിരിക്കുന്ന കാർഡ് 7 ഓഫ് ഹാർട്സ് ആണ് ചേട്ടൻ കയ്യിലിരിക്കുന്ന കാർഡ്. ഞാൻ ചേച്ചിയെ കൊണ്ട് റാൻഡം ഒരു കാർഡ് സെലക്ട് ചെയ്യിപ്പിച്ചാണ്. ആ കാർഡ് ഒന്ന് കാണിക്കോ? That's a 7 of hearts. ചോദ്യം ചോദിക്കത്തില്ല, വിഷമിക്കണ്ട. ചോദ്യം ചോദിക്കത്തില്ല, വിഷമിക്കണ്ട. ഞാൻ പറയണത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, നിങ്ങളുടെ ശരീരത്ത് ഇതാണ് ഇംഗ്ലീഷിനെ പറ്റി സംഭവം ചെയ്യുന്നത്. നിങ്ങളുടെ ശരീരത്ത് ഒരു കൊതുക് കുത്തിയപ്പോൾ അറിയാൻ വേണ്ടി പറ്റും. അത്രയ്ക്ക് റിലാക്സ് ആക്കണം ബോഡി. അത് എത്ര പ്രാവശ്യം കുത്തിയെന്നും, എവിടെ കുത്തിയെന്നും, എങ്ങനെ കുത്തിയെന്നും, എന്തോരം പേരെ കുത്തിയെന്നും എല്ലാം അറിയണം. അത്രയും റിലാക്സ്, അത്രയും ശ്രദ്ധിച്ച് ചെയ്യണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ചിലത് കണ്ടെടുക്കുക. ജസ്റ്റ് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് തൊട്ടു, ചേട്ടൻ അറിയാൻ വേണ്ടി ഇപ്പം എത്ര പ്രാവശ്യം ടച്ച് ചെയ്തു? 2 പ്രാവശ്യം. ചേട്ടൻ കണ്ടു ജസ്റ്റ് ഞാൻ ഇവിടെ ടച്ച് ചെയ്തു. എത്ര പ്രാവശ്യം ടച്ച് ചെയ്തു? 2 പ്രാവശ്യം. അപ്പം അതേപോലത്തെ ടച്ചിങ്സ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അത്രയും തവണ എത്ര പ്രാവശ്യം ഇപ്പൊ ഒരു കൊതുവാണെങ്കിൽ ഇപ്പൊ ചേട്ടൻ വന്ന് കുത്തിക്കാൻ പയ്യായിരിക്കണം കുത്തുന്നത്. അത് എത്ര പ്രാവശ്യം കുത്തിയെന്നും എവിടെയാണ് കുത്തിയെന്നും അത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റണം. ഓക്കെ ഓക്കെ, നമുക്കൊന്നും അറിയിക്കും. ഞാൻ പറയുമ്പോൾ മാത്രം നിങ്ങൾ റേസ് ചെയ്ത് അതിന് റെസ്പോണ്ട് തന്നാൽ മതി. ജസ്റ്റ് ഇവിടെ നിന്നോളൂ, ഞാൻ തരുന്നത്. ഓക്കെ, ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ചോളൂ, ക്ലോസ് യുവർ ഐസ്, ക്ലോസ് യുവർ ഐസ്. ഞാൻ പറയുമ്പോൾ മാത്രം കണ്ണുടക്കാം അവിടെ. ഓക്കെ, നിങ്ങളുടെ മുഖത്തൊരു ടച്ച് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈവക്കുക. മുഖത്തൊരു ടച്ച് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കൈവക്കുക. ഓക്കെ, മനസ്സിലാവും? ഓക്കെ, എത്ര പ്രാവശ്യം ടച്ച് ഫീൽ ചെയ്തെന്ന് കാണിക്കാമോ? കൈവക്കാൻ ചേട്ടാ. എവിടെയാണ് ആ ടച്ച് ഫീൽ ചെയ്തതെന്ന് തൊട്ട് കാണിക്കാമോ? താങ്ക് യു. ആക്ച്വലി ഞാൻ ചില തൊട്ടില്ല, ചോദിച്ചോളൂ. തൊട്ടാണോ? അഭിലാഷിന്റെ ബോഡിയിലാണ് ടച്ച് ചെയ്തത്. ചെയ്തില്ല, അഭിലാഷിന്റെ ബോഡിയിലാണ് ടച്ച് ചെയ്തത്. അവർക്ക് തമ്മിൽ കൺഫ്യൂഷനായി ആരുടെ ബോഡിയിലാണ് ടച്ച് ചെയ്തതെന്നുള്ളത്. അപ്പൊ നിങ്ങൾ പോണ്ട, നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. മാറല്ലേ